സുരക്ഷ ഈ പാവല് കണ്ട ഇത് മായ എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇത് നല്ല നീളം വയ്ക്കും. അതൊരു 600-700 ഗ്രാം വരെ തൂക്കം ഉണ്ടാകും ഒരെണ്ണം. അത് കർഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാഭമുള്ള കൃഷിയാണ്. അത് തന്നെയല്ല വിളവ് നോക്കിക്കേ, നല്ല വിളവാണ് അത് കിട്ടണത്. ഇതൊരു 40-45 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഗുണനിലവാരമുള്ള പാവലുമാണ്. ഇത്രയും വെയിറ്റും ഉണ്ടാകും. ഇത് നീളത്തിൽ ആ കണ്ട കാക്കിലല്ല, ഒരു 600 ഗ്രാം വരെയൊക്കെ വരും. അത് അത്ര വിളവ് കിട്ടണ. അത് പിടിച്ചു നോക്കി കണ്ട വെയിറ്റ് കണ്ടോ? അതിലും വലുതല്ലേ സുരേഷ ഇത്? അതിലും വലിയ പാവലാണ് ഇത്. അല്ല, ഇന്നിപ്പോ എടുക്കണം. എടുത്ത് നമ്മളെ ആവശ്യക്കാർക്ക് അനുസരിച്ച് വിളവെടുക്കണതേ. ഇതൊരു 10-750 ഗ്രാമോളം കാണും. ഇത് പിടിച്ചേടി ഇപ്പൊ ഇവിടെ അതിനപ്പുറത്ത് പീച്ചിലാണ് കേട്ടാ. അതുപോലെ തന്നെയാണ് നമ്മുടെ പടവലം. പണ്ടത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ നീളം ഉണ്ടാകുമായിരുന്നു പടവലത്തിനെ. അപ്പൊ അത് അന്ന് ഇതുപോലല്ലേ എന്നെ ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ അന്ന് കട്ട് ചെയ്താണ് ഓരോ വീട്ടുകാർ മേടിക്കണത്. എടുക്കാം തീർച്ചയായിട്ടും. അത് തന്നെ വേറെ ദോഷമൊന്നുമുള്ള, ചിലപ്പോൾ കേടായി പോവും. ഇപ്പൊ അതിനെ സംബന്ധിച്ചില്ല. ഇപ്പൊ ഇത് വൈവിപ്പടവ വൈറ്റ് ആ ഷോട്ട് എന്ന് പറയും. വൈറ്റ് ആ ഷോട്ട് ഇത് ഒരു 600 ഗ്രാം അല്ലെങ്കിൽ 400, അതിൽ കൂടുതൽ അപ്പുറത്ത് പോകത്തില്ല. ഒരു 2 അംഗ കുടുംബത്തിനൊക്കെ ഇത് തന്നെ ധാരാളം. 2 അല്ല 3 ആയാലും അത് ധാരാളം. വെക്കണ്ട, അതിൽ കേടായി പോകത്തുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും. അതാണ് ഈ പടവലത്തിന്റെ പ്രത്യേകത. കൃഷി രീതികളൊക്കെ എങ്ങനെയാ? ഈ പടവലവും പാവലും ഒക്കെ ഒരേ കൃഷി രീതിയാണോ? അല്ല, ഇത് പടവലം കൃഷി എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല വളമുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും. ഇപ്പൊ തന്നെ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ മതി, നല്ല വിളവാണ് കിടക്കുന്ന പടവലം. ഇത് പടവലം ഇത് നല്ല വിളവാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ പ്രത്യേകിച്ച് എനിക്കിപ്പോ ഒരു 7 പശുക്കളുണ്ട്. 7 പശുക്കൾ എന്ന് വെച്ചാൽ അതിൽ 4 പേര്, അതിൽ 2 പേര് കറക്കുന്നുണ്ട്. മൊത്തം 7 എണ്ണം ഉള്ളത്. അപ്പൊ 2 പേരെ ഇപ്പൊ കറക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം 8 മാസം 7 മാസം 4 മാസമൊക്കെ ചാന ഉള്ള പശുക്കളാണ്. അപ്പോൾ ഞാൻ ഇവരുടെ നേരത്തെ തന്നെ ഗോമൂത്രം പിടിച്ചു വയ്ക്കും. ഗോമൂത്രം നമ്മുടെ ടിന്നിലാക്കി 200-ൻ്റെ ബാരലിൽ നിറച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഒരു ലിറ്ററിന് ഗോമൂത്രത്തിന് ഒരു 10 ലിറ്റർ വെള്ളം കൂടി ചേർക്കും. 10 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടാണ്. അതെ. ഫസ്റ്റിലെ ഇത് നട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഗോമൂത്രം മിക്സായിട്ട് കയറ്റി വിടും. ഇതിപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് കേട്ടാ. നമ്മുടെ കൈ നനയല്ല, ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യണത്. അപ്പോൾ അതിൽ കൂടെ പൈപ്പിൽ കൂടെ നമ്മൾ കടത്ത് വിടുകയാണ്. അപ്പോൾ എല്ലാവരും പണ്ട് പറയുമായിരുന്നു യൂറിയ കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യണമെന്ന്. അതൊന്നും അല്ലത്. നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് കൃഷി ചെയ്യണത്. അതിൻ്റെ ആണ് നമ്മൾ വേറെ ഒരു സാധനവും ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ അടിവളമായിട്ട് അടിവളം നമ്മൾ കുമ്മായി ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വരമ്പ് കോരി കുമ്മായി ഇടും. കുമ്മായി ഇട്ടിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് തൈയൊക്കെ നടന്നത്. അപ്പം കോഴിവളം ഇടും. പിന്നെ മേലിൽ നമ്മൾ വേപ്പ് പിണ്ണാക്ക്, അതിൽ വേപ്പെണ്ണ ഉണ്ടാക്കും. അത് തളിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. വേപ്പ് പിണ്ണാക്ക് ചേർക്കും. അത് കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിരിക്കും എന്നാണ്. ഈ ചെറിയ തൈയല്ലേ നമ്മൾ നടണത്. അപ്പോൾ അതിനെ വെച്ചാൽ ഈ കീടങ്ങൾ പെട്ടെന്ന് വന്ന് ആക്രമിക്കത്തില്ല. അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. വേണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം കയറ്റി കൊടുക്കും. ഇത് കയറ്റി കൊടുക്കും. ഈ ചാണകവും ഗോമൂത്രവും എല്ലാം കൂടി മിക്സാക്കി ശർക്കര അങ്ങനെയുള്ള ഒരു മിക്സ് ഉണ്ടാക്കി ഇട്ടിട്ട് ഞങ്ങൾ ഇതിലൂടെ തെളി ഊറ്റിയെടുക്കും. ആ തെളി ഊറ്റി കൊടുക്കുക, തെളി കയറ്റി വിടുകയാണ് ചെയ്യണത്. നല്ല വിളവ് കിട്ടും. അതായത് നോക്ക്, ഇതാണ് ചെയ്യണത്. തീർച്ചയായിട്ടും. വേറെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കണത്? എൻ്റെ പശുവിൻ്റെ ചാണകവും അവരുടെ ഗോമൂത്രം ഞാൻ ഒന്നും കളയാറില്ല. പശുവിനെ നമ്മൾ അതുപോലെ പരിപാലിക്കുന്ന പോലെ അവരിങ്ങോട്ട് തരുന്നുണ്ട്. നല്ല ശുദ്ധമായ പാല് കിട്ടുന്നുണ്ട്. അവരുടെ ആ വളം കൊണ്ട് മാത്രമാണ്. അല്ല, ഇത് നോക്കിക്കേ, ഈ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കൃഷി പടവലം ഉണ്ടായി കിടക്കുന്നത്. അതിൽ ഈ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഇതുപോലെ കൃഷി ചെയ്യാനോ അവരുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ എടുക്കാൻ കഴിയുന്ന ഒരു
സംരംഭമാണ്. അത് എല്ലാവർക്കും, ഒരാൾക്കെന്നല്ല, എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ പലതരത്തിലുള്ള പച്ചക്കറികൾ വളങ്ങള് മതിയെന്നാണ് ചേട്ടൻ മതി, ജൈവം മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ ഇതിൽ പിന്നെ ഉപയോഗിക്കുന്നത് വെച്ചാൽ കോഴിവെള്ളം മാത്രമേ നമ്മൾ മേടിക്കാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യണത്. ഈ രീതിയിലുള്ള വിളവുണ്ടാവും. ആണോ, തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവർക്കും ഇത് പിന്തുടർന്ന് പോകാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ദേ ഇത്രയും വലിയ പടവളമൊക്കെ ഉണ്ടാകും സുരേഷ്.